നമസ്കാരം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കമൻസിൽ വന്നൊരു ചോദ്യമാണ്, വജൈനൽ കപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതൽ സംസാരിക്കാമോ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് മെൻസ്ട്രൽ കപ്പ് അഥവാ വജൈനൽ കപ്പിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മിക്കവാറും പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡ്, അതായത് പീരീഡ്സിൻ്റെ സമയത്ത് വരുന്ന ബ്ലഡ് വജൈനയിൽ ഉള്ളിൽ ഇരുന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, അതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി സിലിക്കോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ കപ്പ് പാർട്ട്, ഈ കപ്പ് പാർട്ട്. രണ്ട് ഇതിൻ്റെ സ്റ്റെം പാർട്ട്. ഇത് സ്റ്റെം ഇല്ലാത്ത ടൈപ്പ് വജൈനൽ കപ്സും പല സ്ഥലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ വജൈനൽ കപ്പ് യൂസ് ചെയ്യണം? പലർക്കും ഇപ്പോഴും വജൈനൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഉപയോഗിക്കാമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ശരിക്കും വജൈനൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ആദ്യം പറയാം. ഒന്ന്, യൂസർ ഫ്രണ്ട്ലിയാണ്. അത് ഉപയോഗിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ, അത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആണ് അത് യൂസ് ചെയ്യുന്നതിൽ എന്നുള്ളതാണ്. യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇത് വജൈനൽ കപ്പ് നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ, അതായത് സാധാരണ നമ്മൾ പാഡ്സാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് പുറത്ത് വന്ന് പാഡിൽ വന്നിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കാരണം എന്ത് സംഭവിക്കും? പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, സ്കിന്നിൽ റാഷസ് ഉണ്ടാകും. ചില പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ പാഡ്സ് അലർജിക് ആയിട്ടുള്ള പലരും ഉണ്ട്, പല ടൈപ്പ് പാഡ്സും അലർജിക് ആയിട്ടുള്ളവരുണ്ട്. അതല്ലാതെ പുറത്ത് മെൻസ്ട്രൽ ബ്ലഡ് ഒരുപാട് നേരം കളക്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്കിന് ചീത്ത സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മൂന്നും നമ്മൾ വജൈനൽ കപ്പ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട്? മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഉള്ളിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഇല്ല, അത് കാരണം സ്കിൻ റാഷസ് ഇല്ല. മൂന്നെന്ന് പറയുന്നത് വജൈനൽ കപ്പ് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഉള്ളിൽ, വജൈനയുടെ ഉള്ളിൽ തന്നെയാണ്. അത് പുറത്തോട്ട് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആകുന്നില്ല, അത് കാരണം അതിലുണ്ടാകുന്ന ചീത്ത സ്മെല്ല് ഉണ്ടാകില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത്, നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആവും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പീരീഡ്സ് ഉള്ള സമയം നമ്മൾ ബീച്ചിൽ എല്ലാവരും ഫാമിലിയായിട്ട് പോവുകയാണ്, നമുക്ക് പീരീഡ്സ് ഉള്ള സമയമാണ്, പാഡ് യൂസ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്തായാലും ബ്ലഡ് പാഡ്സ് സോക്കാവും, ബ്ലഡ് പുറത്തോട്ട് വരും. പക്ഷേ നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പൂളിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ബീച്ചിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം. വളരെ കംഫർട്ടബിളാണ്, പുറത്താരും അറിയത്തുപോലുമില്ല നിങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡ്സ് ആണ് എന്നുള്ളത്. മൂന്നാമത് പറയുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലേഡിയുടെ റീപ്രൊഡക്റ്റീവ് ലൈഫ് സൈക്കിൾ, അതായത് മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് മെൻസസ് അവസാനിക്കുന്നത് വരെ ഉള്ള ടൈം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 400 മുതൽ 500 വരെ മെൻസ്ട്രൽ പീരീഡ്സ് ഒരു ലൈഫ് സൈക്കിൾ, ഒരു സ്ത്രീയുടെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാകും. അതിൽ ഒരു പ്രാവശ്യം ഒരു പീരീഡ്സിൻ്റെ സമയത്ത്, ഒരു മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ സമയത്ത് 12 പാഡാണ് ഒരു ലേഡി യൂസ് ചെയ്യുന്നതെന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 5000 മുതൽ 7000 പാഡ്സ് വരെ ആണ് ഒരു സ്ത്രീ ഈ എർത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം വേസ്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇതിൽ ഒരു പാഡ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡീജനറേറ്റ് ആയി നമ്മുടെ ഭൂമിയുമായി അലിഞ്ഞു ചേരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 500 വർഷങ്ങളാണ്. അപ്പോൾ എത്രത്തോളം വേസ്റ്റ് ലോഡാണ് നമ്മൾ ഈ ഭൂമിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മെൻസ്ട്രൽ വെറും പാഡ്സ് യൂസ് ചെയ്യുന്നത് വഴി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പാഡ്സിൽ ഡയോക്സിൻസ്, ഫ്യൂറാൻസ് പോലെയുള്ള ചില കെമിക്കൽസ് ഉണ്ട്. അത് ക്യാൻസറസ് ആവാം. ക്യാൻസറസ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ അങ്ങനെ തെളിവോട് കൂടി കണ്ടുപിടിച്ചില്ല, പക്ഷേ ക്യാൻസറസ് ആവാം. അങ്ങനത്തെ കെമിക്കൽസ് ഉള്ള പാഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. പിന്നെ പറയുന്നത് പോക്കറ്റ് ഫ്രണ്ട്ലി. കാരണം ഒരു വജൈനൽ കപ്പ് വാങ്ങാൻ, ഒരു മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള കപ്പ് വാങ്ങാൻ ഒരു 500 രൂപയൊക്കെ ആവുള്ളൂ. അത് തന്നെ നമുക്കൊരു 8 മുതൽ 10 വർഷം വരെ യൂസ് ചെയ്യാമെന്നാണ്, പ്രോപ്പർലി യൂസ് ചെയ്യാമെന്നാണ് കമ്പനി അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതും ലാഭമായി. പക്ഷേ അപ്പോൾ ഇനി ചോദിക്കുന്നത്, എങ്ങനെ നമ്മൾ സൈസ് സെലക്ട് ചെയ്യും, എങ്ങനെ അത് ഇൻസേർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. സൈസ് എന്ന് പറയുന്നത് 3 സൈസിലാണ് മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്: സ്മോൾ, മീഡിയം, ലാർജ്. അത് പല കമ്പനിക്കും പല കപ്പ് സൈസിന് വ്യത്യാസം വരാം, വോളിയത്തിന് വ്യത്യാസം വരാം. ചിലത് 15, 20, 25 ml ആണ്, ചിലർക്ക് അത് 20, 25, 30 ml ആണ്. അത് ഡിപ്പെൻസ്, ഓരോ കമ്പനി കപ്പ് അനുസരിച്ചിരിക്കും. സാധാരണ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോൾ സൈസ്ഡ് കപ്പ് എന്ന് പറയുന്നത് സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത, അതായത് ബന്ധപ്പെട്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, മെൻസസ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കപ്പാണ് സ്മോൾ സൈസ്ഡ് കപ്പ് എന്ന് പറയുന്നത്. മീഡിയം സൈസ്ഡ് കപ്പ് എന്ന് പറയുന്നത് സെക്ഷലി ആക്റ്റീവ് ആണ്, പക്ഷേ
കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ലാത്ത, അതായത് വജൈനൽ ഡെലിവറി നടന്നിട്ടില്ലാത്ത അമ്മമാർക്കുള്ളതാണ് മീഡിയം സൈസ് എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ സിസേറിയൻ കഴിഞ്ഞ അമ്മമാരെയും നമുക്ക് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പിന്നെ മൾട്ടിപ്പിൾ ചൈൽഡ് ബർത്ത് കഴിഞ്ഞവർക്ക്, കുട്ടികൾ ഒരുപാട് ഡെലിവറി കഴിഞ്ഞവർക്കാണ് നമ്മൾ ലാർജ് സൈസ് വജൈനൽ കപ്പ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും വജൈനൽ കപ്പിൻ്റെ സൈസ്, മെൻസ്ട്രുവൽ കപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് അവർ സ്വന്തമായി വാങ്ങി യൂസ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നിയമം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും മെൻസ്ട്രുവൽ കപ്സ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോഴ്സിൽ ഇതുപോലെ മാർക്കറ്റിൽ മാർജിൻ ഫ്രീ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അത് എങ്ങനെ കിട്ടും എന്നുള്ളത്. ഇനി എങ്ങനെ നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യണം, എത്ര യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കപ്പ് മാറ്റണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളതിനെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യും? കുറച്ച് വെള്ളം എടുത്ത് മെൻസ്ട്രുവൽ കപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം എടുത്ത് തിളപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് മെൻസ്ട്രുവൽ കപ്പ് ഇട്ട് ഏകദേശം 5 to 7 minutes വരെ അത് തിളപ്പിച്ചതിന് ശേഷം എടുത്ത് തണുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹാൻഡ്സ് സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് തൊടാനോ ഇൻസേർട്ട് ചെയ്യാനോ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യും, പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. പൊസിഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നിട്ട് ഒരു കാല് പൊക്കി ഒരു സ്റ്റെയറിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയറിൻ്റെ മുകളിലോ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതാണ് പൊസിഷൻ. പിന്നെ കൈ വാഷ് ചെയ്ത കൈകൾ കൊണ്ട് ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മുടെ പുറം ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ട് റൈറ്റ് കൈ കൊണ്ടാണ് നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും ചോദിക്കും, ഇത് ഉള്ളിലിരിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റെമ്മ് താഴോട്ട് കാണില്ലേ, അത് എനിക്ക് ഇരിക്കുമ്പോൾ കുത്തൂലേ, എനിക്കത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ലേ? ഇല്ല. നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂട്രസ് മുകളിലിരിക്കുന്നു, അതിൻ്റെ യൂട്രസിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നതാണ് സെർവിക്സ് അഥവാ യൂട്രസിൻ്റെ ഗളഭാഗം അഥവാ ഓപ്പണിങ്. അതാണ് നമ്മുടെ ഡെലിവറി സമയത്ത് 10 സെൻറ്റിമീറ്റർ വികസനം വന്ന് കുഞ്ഞിന് ഇറങ്ങി വരാനുള്ള മാർഗം കാണിക്കുന്നത്, വികസനം വരുന്ന ഭാഗം. ആ സെർവിക്സ് എന്ന് പറയുന്നത് നോർമലി ഡെലിവറി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു പിൻ പോയിൻറ്റ് ഹോളേ ഉണ്ടാവുള്ളൂ. അത് ഡെലിവറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു സർക്കുലർ ഓപ്പണിംഗ് ആയിരിക്കും, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഫിംഗർ മാത്രമേ അതിൽ വഴി കയറി ജസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. അത് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു മസ്കുലർ ഭാഗമാണ്, ഒരു സിലിണ്ടറിക്കൽ പോലത്തെ ഒരു സിലിണ്ടർ പോലത്തെ ഒരു ഭാഗമാണ് ഈ വജൈന എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലോസ്ഡ് ആണ്. സെർവിക്സ് എന്ന് പറയുന്നത് അതിൽ വജൈനയിലോട്ട് കുറച്ച് ഭാഗം ഉള്ളിലോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. ഏകദേശം വജൈനയ്ക്ക് എന്ന് പറയുന്നത് 15 മുതൽ 17 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും രണ്ടും തമ്മിൽ അടഞ്ഞാണ് ഇരിക്കുന്നത് സാധാരണ. ഇതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ഈ വജൈന ഓപ്പൺ ആകുക, അല്ലെങ്കിൽ അത് അടഞ്ഞാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇൻസേർട്ട് ചെയ്യുന്ന ടെക്നിക്കുകളെ പറ്റി പറഞ്ഞു തരാം. ഇതിൽ 3 ടൈപ്പ് ടെക്നിക്ക് പറയാറുണ്ട്. ഒന്ന് സി ഷേപ്ഡ് ടെക്നിക്ക്, അതായത് ഇതിനെ ഉള്ളിലോട്ട് മടക്കി ഇങ്ങനെ സി ഷേപ്ഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇത് റിലീസ് ചെയ്യാം, അപ്പോൾ കപ്പ് ഓപ്പൺ ആവും. ഇത് സി ഷേപ്ഡ് അല്ലെങ്കിൽ യു ഷേപ്ഡ് ടെക്നിക്ക് എന്ന് പറയും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ പഞ്ച് ഇൻ ടെക്നിക്ക്, അതായത് ഇതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ പഞ്ച് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, അപ്പോൾ അതിൻ്റെ സൈസ് കുറയും. അത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അത് പഞ്ച് ഡൗൺ ടെക്നിക്ക് എന്ന് പറയും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ടി ഷേപ്ഡ് ടെക്നിക്കാണ്, അതായത് ഇങ്ങനത്തെ ടെക്നിക്ക്. ഇത് നോക്കുമ്പോൾ ഒരു ടി ഷേപ്ഡ് ആണ്, ടി ഷേപ്പ് ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 2-3 ഭാഗങ്ങളിൽ എന്താണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ വജൈനൽ കപ്പ് ഇത്രയും ഭാഗമായിട്ട് വജൈനയ്ക്ക് ഉള്ളിലോട്ട് ഡയറക്റ്റ് കയറി പോകത്തില്ല. അതിനായിട്ട് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ് കുറയ്ക്കുക, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പുറം ഭാഗം ഇടത് കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക, മെൻസ്ട്രുവൽ കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇതങ്ങ് റിലീസ് ചെയ്യുക, ഓപ്പൺ ആവും. പിന്നെ അതിൻ്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരുപാട് സെർവിക്സിന് മുകളിലോട്ടും പോകാൻ പാടില്ല, സെർവിക്സിന് ഒരുപാട് താഴോട്ടും ഇരിക്കാൻ പാടില്ല. കറക്റ്റ് സെർവിക്സിലാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാക്വം ഫോം ചെയ്യും. ആ വാക്വം കാരണം ഈ വജൈനൽ കപ്പ് പിന്നെ സെപ്പറേറ്റ് ആവത്തില്ല, അത് അവിടെ തന്നെ പൊസിഷനിൽ ഇരുന്നോളും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിലെ ആദ്യത്തെ കുറച്ച് 2-3 പീരീഡ്സിൻ്റെ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം ഇൻസേർട്ടിങ് ആ ടെക്നിക്ക് അറിയാത്തത് കൊണ്ടും എടുക്കാൻ ഉള്ള ടെക്നിക്ക് അറിയാത്തത് കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി യൂസ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി യൂസർ ഫ്രണ്ട്ലി. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമോ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ റിമൂവ് ചെയ്യും. അപ്പം
റിമൂവ് ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ ഇത് ഇടുന്നത് പോലെ തന്നെ അതും നമ്മളായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു ടെക്നിക്കാണ്. അതായത് യൂഷ്വലി ഇത് ഒരു വാക്വം വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, സെർവിക്സിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യം ആ സ്ക്വാട്ടിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുക. പ്രോപ്പറായിട്ട് കൈ വാഷ് ചെയ്യുക, സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ലേബിയ സെപ്പറേറ്റ് ചെയ്യുക, പുറം ഭാഗം സെപ്പറേറ്റ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ട് സ്റ്റെമ്മ് ഫീൽ ചെയ്യുക. സ്റ്റെമ്മിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പിഞ്ച് ചെയ്യുക. പിഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വാക്വം റിലീസ്ഡ് ആവും. അതിനെ പതിയെ വിഡ്രോ ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ബ്ലഡ് പുറത്തോട്ട് സ്പില്ല് ചെയ്തു എന്ന് വരാം. അതൊക്കെ ആ ടെക്നിക്ക് പഠിക്കുന്നതിന് മുന്നേ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റിലീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. അപ്പോൾ ഇതാണ് എങ്ങനെ വജൈനൽ കപ്പ് റിലീസ് ചെയ്യുക എന്നുള്ള ഇതെന്ന് പറയുന്നത്. പിന്നെ പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കപ്പ് ചേഞ്ച് ചെയ്യണം, അതായത് എത്ര മണിക്കൂർ കഴിയുമ്പോൾ കപ്പ് മാറ്റണം എന്നുള്ളതാണ്. ഓരോ 6 മുതൽ 8 മണിക്കൂറൊക്കെയാണ് യൂഷ്വലി പറയുക, അതായത് 6 മുതൽ 8 മണിക്കൂർ. പക്ഷേ ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് അത് 4 hours ചേഞ്ച് ചെയ്യേണ്ടി വരാം, കാരണം അത്രത്തോളം ബ്ലീഡിങ് ഉണ്ടാവുന്നവരായിരിക്കാം. ചിലർക്ക് 6 hours കഴിഞ്ഞാൽ മാറ്റിയാൽ മതിയായിരിക്കും. അത് ഓരോരുത്തരും യൂസ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. പിന്നെ കപ്പ് മൊത്തത്തിൽ എപ്പോഴാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കമ്പനി പറയുന്നത് ഒരു 8 to 10 years വരെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. അത്രയും ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നവരാണ് 8 to 10 years യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഇല്ല, നിങ്ങൾക്ക് അത് എപ്പോൾ മാറ്റണം തോന്നുന്നു, അതിൽ സ്റ്റെയിൻസ് ആവുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ സൂക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, യൂസ് ചെയ്തതിന് ശേഷവും ഇത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുക, സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇതിനെ ഡ്രൈ ആയിട്ട്, ഇത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ക്ലോത്ത് കവർ ഉണ്ട്, ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കവറിനകത്ത് ഇട്ട് വെച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. ഇത്രയാണ് വജൈനൽ കപ്പ് എന്താണ്, എന്ത് മെറ്റീരിയലാണ്, എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ ഇടും, എങ്ങനെ എടുക്കും എന്നുള്ളൊക്കെ വീഡിയോ. ഇനി പലരും ചോദിക്കുന്ന പല സംശയങ്ങളുണ്ട്, അതായത് വജൈനൽ കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പല സംശയങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ അതിൻ്റെ സംശയങ്ങളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.